ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യം, 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡാം ശക്തിപ്പെട്ടോ? 152 അടിയാക്കി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ അവകാശവാദത്തിന് നാം അംഗീകാരം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഡാം തകർന്നാൽ 5 ജില്ലകളിലുള്ള 40 ലക്ഷം പേർ അറബിക്കടലിൽ ഒഴുകി നടക്കുമെന്നാണ്. ഈ മുല്ലപ്പെരിയാർ നമുക്ക് എന്നും ഒരു പേടി സ്വപ്നമാണല്ലേ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. അപ്പം 2 വർഷം മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം, അല്ലെങ്കിൽ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷമൊക്കെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹം 10 വർഷം മുൻപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡാം ഒരു കാരണവശാലും സുരക്ഷിതമല്ല, അങ്ങനെയാണ്, ആനയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിലവിൽ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല, ഈ ഡാം സുരക്ഷിതമാണ് എന്ന് പറഞ്ഞു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത്. അന്ന് ഞാനടക്കമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് അദ്ദേഹത്തിനെ വാരി എടുത്തിട്ട് അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വർഷങ്ങൾ കടന്നു, എല്ലാം കഴിഞ്ഞു, ഭരണം മാറി. ഇപ്പം നിലവിൽ വി ഡി സതീശൻ സാറാണ് മുഖ്യമന്ത്രി. അപ്പം അദ്ദേഹം അന്ന് ഇതേ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് 10 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ഡാം സുരക്ഷിതമായോ എന്ന് ചോദിച്ച ആളാരെന്ന് ചോദിച്ചാൽ അന്നത്തെ പ്രതിപക്ഷ നേതാവാണ്, അതായത് ഇന്നത്തെ വി ഡി സതീശൻ മുഖ്യമന്ത്രി. അപ്പം അന്ന് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഇന്ന് വെളുപ്പിനത്തെ പ്രസ്താവന കണ്ടിട്ട് ഞാൻ ചിരിക്കണോ കരയണോ എന്ന് തോന്നിപ്പോയി. അതായത് തമിഴ്നാട് വെള്ളം തുറന്നു വിടുന്നത് വേദനാജനകം എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ. ഇവിടെ ഒരു മേൽനോട്ട സമിതിയുണ്ട്. 2014 സുപ്രീം കോടതി വിധിയോടനുബന്ധിച്ച് വന്നിരിക്കുന്നതാണ് മേൽനോട്ട സമിതി. ആ വിധിയിലെ കേരളത്തിന് അനുകൂലമായ ഏറ്റവും വലിയ നിലപാടാണ് മേൽനോട്ട സമിതി. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാനും അതുപോലെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അംഗങ്ങളാണ്. അവർ കൂടിയാലോചിച്ചൊരു ധാരണ ഉള്ളതാണ്. എന്താണ്? വെള്ളം തമിഴ്നാട് ഷട്ടർ തുറന്നു വിടുന്നതിന് മുൻപ് അറിയിക്കും കേരളത്തെ. രാത്രി കാലങ്ങളിൽ ഒരു കാരണവശാലും വെള്ളം തുറന്നു വിടില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി രാത്രി കാലങ്ങളിൽ മാത്രം തമിഴ്നാട് ഇത് വെള്ളം തുറന്നു വിടുകയാണ്. ആദ്യം തുറന്നു വിട്ടപ്പോൾ മുഖ്യമന്ത്രി ചെയ്തത് എന്താ? ഒരു കത്തെഴുതി തമിഴ്നാട് മുഖ്യമന്ത്രിക്ക്. എന്താണ് ആ കത്തിൻ്റെ സ്ഥിതി? അവിടെ എത്തിയാന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും കത്ത് കിട്ടിയാലും ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഞാനവിടെ പോയതാണ്, ചെറുതോണിയിൽ പോയതാണ് കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസിൻ്റെ ഉപവാസ സമരത്തിൽ പങ്കെടുക്കാൻ. അവിടെയുള്ള സ്ഥിതി ദയനീയമാണ്. രാത്രി ഇത് തുറന്നു വിടുമ്പോൾ വെളുപ്പിന് 2:30-3 മണിയാകുമ്പോൾ ആ പെരിയാറിൻ്റെ തീരത്തുള്ള ആളുകളുടെ വീടുകളിൽ വെള്ളം കയറുകയാണ്. തുടർച്ചയായി 4-ാമത്തെ 5-ാമത്തെ ദിവസമായിട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറുവിരൽ പോലും ഈ സർക്കാർ അനക്കിയില്ല. അവരുടെ ഡിമാൻഡ് ബേബി ഡാം ശക്തിപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്താൻ പറ്റുമെന്നാണ്. അപ്പൊ ഇവിടെ മരം മുറിക്കാനുള്ള അനുവാദം കൊടുത്താൽ അതിനർത്ഥം അത് ബേബി ഡാം ശക്തിപ്പെടുത്താനുള്ള അനുവാദം കേരളം കൊടുക്കുന്നു എന്നാണ്. ബേബി ഡാം ശക്തിപ്പെടുത്താൻ കേരളം അനുവാദം കൊടുത്താൽ 152 അടിയാക്കി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താനുള്ള തമിഴ്നാടിന്റെ അവകാശവാദത്തിന് നാം അംഗീകാരം കൊടുക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഡാം തകർന്നാൽ 5 ജില്ലകളിലുള്ള 40 ലക്ഷം പേർ അറബിക്കടലിൽ ഒഴുകി നടക്കുമെന്നാണ് അച്യുതാനന്ദൻ പ്രസംഗിച്ചത്. ആ മനുഷ്യ ചങ്ങലയുടെ ഒരറ്റത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ചോദ്യം, 10 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഡാം ശക്തിപ്പെട്ടോ? കൂടുതൽ ശക്തിപ്പെട്ടോ? 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഡാം ശക്തിപ്പെട്ടോ എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനോട് ചോദിച്ചത്. അതായത് വേറൊന്നുമില്ല, ഈ കഴിഞ്ഞ വർഷം. അപ്പം
ഇതെല്ലാം പോട്ടെ, ഞാൻ ഇപ്പോൾ കുത്തിപ്പൊക്കാൻ കാരണം മറ്റൊന്നുമല്ല. ഇതൊരു രാഷ്ട്രീയപരമായുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. ഞാൻ രാഷ്ട്രീയപരമായിട്ടുള്ള ഒന്നും ആരെ കുറ്റപ്പെടുന്നു, ഒരാളെ നന്നാക്കുന്നു, അങ്ങനെയൊന്നും പറയുന്നൊന്നുമല്ല. നമുക്കെന്താ വേണ്ടത്? സുരക്ഷിതമായിട്ടായിരിക്കണം. അതായത് ഡാം ഒരു കുഴപ്പമുണ്ടാവരുത്, പുതിയ ഡാം വേണം, തമിഴ്നാടിന് വെള്ളം കൊടുക്കാം. ഇതിൽ ഒരു മലയാളിയെ പോലെ തന്നെയുള്ള ആഗ്രഹം മാത്രമുള്ളൂ എനിക്കും. അല്ലാതെ രാഷ്ട്രീയക്കാരെ തമ്മിലടിപ്പിക്കുന്ന കാര്യമൊന്നും എനിക്കുമില്ല. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ പറ്റിയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലുണ്ട്, എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ കളിയോ അങ്ങനെയൊന്നുമല്ല. അതായത് ഇപ്പം വി.ഡി. സതീശൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് കേരളം ഭരിക്കുന്നത്. ഭരണം അദ്ദേഹത്തിൻ്റെ പക്ഷത്താണ്. അപ്പോൾ ഭരണം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് ചെയ്യാം അല്ലേ. അപ്പോൾ ഇനി മുല്ലപ്പെരിയാറിൽ ഒരു പ്രധാനപ്പെട്ട എന്ത് കാര്യങ്ങൾ വേണേലും തീരുമാനിക്കാം. ഇനി സമരം നടത്തേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇപ്പം സർക്കാരിനെതിരെയായിട്ട് വേറെ ഒരിടത്തും സമരം പോയി ചെയ്യേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് തന്നെ തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം വീണ്ടും ഒരു മഴക്കാലം വരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സമയത്ത് അദ്ദേഹം എന്ത് തീരുമാനമെടുക്കും എന്ന് നമുക്കൊന്ന് കണ്ടറിയാം അല്ലേ. അപ്പം ഇത് ഞാൻ വേറെ ഒരു കുത്തിപ്പൊക്കലോ അല്ലെങ്കിൽ ഒരാൾക്കിട്ട് തിരി കൊളുത്തുന്നോ ഒന്നും അല്ല കേട്ടോ. മറ്റൊന്നുമല്ല, ഇത് ആരും മറക്കരുത്. കാരണം ഇതും അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഒപ്പം നിങ്ങളും കൂടി ഓർക്കാൻ.